ഗൂഢാലോചനയുടെ ഫലമായി നിയമകുരുക്കിൽപ്പെട്ടെങ്കിലും 16 ലക്ഷം മെമ്പർമാരും ഒരുമിച്ച് നിന്ന് കമ്പനിയെ തിരിച്ചു കൊണ്ടുവരാൻ പോരാടുന്ന സ്ഥാപനത്തെ പരിചയപ്പെടാം. തൃശൂരിൽ പ്രവർത്തിച്ചിരുന്നു ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് വേണ്ടിയാണ് സകല തടസ്സങ്ങളെയും മറികടന്നു 1.5 വർഷമായി അതിലെ മെമ്പർമാർ പോരാടുന്നത്. ഇക്കഴിഞ്ഞ ഡിസംബർ 2023 ആണ് ഒരു മുൻ SP-യുടെയും ex-MLA-യുടെയും ഒരു ബിസിനസ്സുകാരൻ്റെയും ഗൂഢാലോചനയുടെ ഫലമായി കമ്പനി നിയമക്കുരുക്കിൽപ്പെടുന്നത്. എന്നാൽ 16 ലക്ഷത്തോളം വരുന്ന ഇതിലെ മെമ്പർമാർ കമ്പനിയെ തിരിച്ചു കൊണ്ടുവരാൻ കൈമേയ് മറന്ന് പ്രവർത്തിക്കുന്ന കാഴ്ചയാണ് പിന്നീട് ലോകം കണ്ടത്. ചെറിയൊരു പാളിച്ച വരുമ്പോൾ തന്നെ തങ്ങൾ പ്രവർത്തിച്ച സ്ഥാപനത്തിനെതിരെ ആയിരക്കണക്കിന് കേസുകൾ ഒടുങ്ങുന്ന ഈ കാലഘട്ടത്തിലും ആവതായ കാലത്ത് തങ്ങളെ ചേർത്ത് പിടിച്ച കമ്പനിയെ തങ്ങളും ചേർത്ത് പിടിക്കുന്നു എന്ന് ഇതിലെ മെമ്പർമാർ പറയുന്നു. പുറത്തുള്ള ആളുകൾ കരുതുന്ന പോലെ മണി ചെയിൻ നടത്തി അവസാനം ചേർന്നവർക്ക് കാശ് കൊടുക്കാൻ കഴിയാതെ വന്നപ്പോൾ പൂട്ടിയതല്ല എന്നും ഒരു മുൻ SP-യുടെ, അതും ഇതിൽ അസോസിയേറ്റ് പോലും ചെയ്തിട്ടില്ലാത്ത ഒരാളുടെ കേസിന്റെ പുറത്ത് കൂടുതൽ അന്വേഷണം നടത്താതെ തന്നെ 682 സൂപ്പർ മാർക്കറ്റുകളുള്ള 16 ലക്ഷത്തോളം ജനങ്ങളുള്ള കമ്പനിയെ അടച്ചുപൂട്ടാൻ കോമ്പറ്റന്റ് അതോറിറ്റി ഉത്തരവിടുകയായിരുന്നു എന്ന് ഇതിലെ മെമ്പർമാർ ആരോപിക്കുന്നു. കമ്പനിയുടെ സത്യാവസ്ഥ കോടതിയെ ബോധിപ്പിച്ച് വീണ്ടും പ്രവർത്തിപ്പിക്കാൻ സാധിക്കും എന്നും ഇവർ വിശ്വസിക്കുന്നു. നിലവിൽ കമ്പനിയുടെ കേസുകൾ കേരള ഹൈക്കോടതിയിൽ നടന്നുവരുന്നു. 16 ലക്ഷം മെമ്പർമാരുള്ള സ്ഥാപനത്തിൽ നിന്ന് ആകെ 67 കേസുകൾ മാത്രമേ 1.5 വർഷം കൊണ്ട് വന്നുള്ളൂ എന്നുള്ളത് ഇതിനെ അടിവരയിടുന്നു.